മാറി മുട്ടയിട്ടുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ രാഷ്ട്രീയക്കാർ. സരിനു പിന്നാലെ അഭിമാന പുരസ്സരം വേദിയിലെത്തിയത് സന്ദീപ് വാര്യരാണ്. അമ്മ മരിച്ചപ്പോൾ ആരും വന്നില്ല. അതുകൊണ്ടായിരുന്നു BJPയോട് വാര്യര് പിണങ്ങിയത്. വാര്യരൊന്ന് പിണങ്ങിക്കിട്ടാൻ കാത്തു നിൽക്കുകയായിരുന്നു LDFും UDFും. ആദ്യം പോയി വിളിച്ചത് ബാലേട്ടനാണ്, പിന്നാലെ MP രാജേഷും. പക്ഷേ ബാലേട്ടനൊപ്പം കുട്ടി പോയില്ല. ആനയെയും മോഹൻലാലിനെയും കടലിനെയും പോലെ കണ്ടാൽ മടുക്കാത്ത മുരളിയേട്ടൻ തൊട്ടപ്പുറത്തുണ്ട്. അതുകൊണ്ട് അങ്ങോട്ട് പോയി. പിന്നെ ഒരു കാട്ടിക്കൂട്ടലാണ്. ഗാന്ധിയെ കൊന്ന ഗോഡ്സെ ഹീറോ ആണെന്ന് പറഞ്ഞ നാവുകൊണ്ട് പരമചെറ്റയാണെന്ന് വരെ പറഞ്ഞു. പിന്നെ സോഷ്യൽ മീഡിയയിലാണെങ്കിൽ ഇതിപ്പോ വാര്യരുടെ കാലമല്ലേ. സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനത്തിന് പിന്നാലെ കൂടുതൽ ചേരിമാറ്റം ഉണ്ടാകുമെന്നായിരുന്നു അഭ്യൂഹങ്ങൾ. അല്ല, അതായിരുന്നു അയാളുടെ പ്രഖ്യാപനം. അതില്ലാതെ വന്നതോടെ സോഷ്യൽ മീഡിയയിൽ ട്രോളുകൾ നിറഞ്ഞു. ഇതിന് മാത്രമല്ല, വാര്യരുടെ ചില പ്രകടനങ്ങൾക്കും ട്രോളുണ്ട്. എങ്കിലും കോൺഗ്രസ് പ്രവേശനത്തിന് പിന്നാലെ സന്ദീപ് വാര്യർ നടത്തിയ ഒരു പ്രസംഗവാചകം ഇതായിരുന്നു: യേ തോ ട്രെയിലർ ഹേ, പൂരാ പിക്ചർ അഭി ബാക്കി ഹേ. ഇതിന് പിന്നാലെയാണ് സോഷ്യൽ മീഡിയയും ട്രോളുകളും. 6 മണിക്കുള്ളിൽ മറ്റൊരു പ്രമുഖ നേതാവ് കൂടി കോൺഗ്രസിൽ ചേരുമെന്നായിരുന്നു അഭ്യൂഹം. അതാരെന്ന ചോദ്യമായിരുന്നു സോഷ്യൽ മീഡിയ മുഴുവനും. എന്നാൽ 6 മണിക്കും കാര്യങ്ങൾക്കൊരു വ്യക്തത വരാത്തതോടെ സൈബർ ഇടം ട്രോളുകൾ കൊണ്ട് നിറഞ്ഞു. ട്വിസ്റ്റ് മിക്കവാറും തെരഞ്ഞെടുപ്പ് ദിവസം അതിരാവിലെ ഉണ്ടാകാനാണ് സാധ്യത. മാധ്യമങ്ങൾ തലങ്ങും വിലങ്ങും പരതുന്നുണ്ട്. തൽക്കാലം CPMലെ PK ശശിയുടെ പേരാണ് മാധ്യമങ്ങൾക്ക് ഇട്ടുകൊടുത്തിട്ടുള്ളത്. നിരന്തരം ഫോൺ കോൾ വരുന്ന സാഹചര്യം ഉണ്ടായതിനാൽ ശശിക്ക് മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്യേണ്ട സാഹചര്യമാണ്. ഇന്ന് തീരുമാനമാകുമോ എന്നതാണ് മറ്റൊരു ട്രോൾ. സൈബർ ആർമി സോഷ്യൽ മീഡിയ പേജിലെ ക്യാപ്ഷൻ ഇതായിരുന്നു: CKP സ്നേഹത്തിന്റെ കടയിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി തന്നെ വരും എന്ന K സുധാകരന്റെ പ്രസ്താവന പിടിച്ചായിരുന്നു മറ്റൊന്ന്. മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിന്റെ ഭീകരമായ തിരക്കിനിടയിലും സ്വന്തം കേരളത്തിലെ അതിസാഹസികമായ ഒരു ദൗത്യത്തിന് സമയം കണ്ടെത്താൻ തയ്യാറായി എന്നത് ചില്ലറക്കാര്യമല്ല. നാഗ്പൂരിലെ പരിപാടികളെല്ലാം ക്യാൻസൽ ചെയ്ത് നേരെ കോയമ്പത്തൂരിലേക്ക്, ഉടൻ പാലക്കാട്ടേക്ക്, തിരിച്ചു മുംബൈയിലേക്ക്. കന്നഡ സിംഗം ഒരുക്കിയ ചായ സൽക്കാരത്തിൽ തീരുമാനിക്കപ്പെട്ടത് എക്കാലത്തെയും ഉന്നത നേതാവും 9 കൗൺസിലർമാരും, നഗരസഭാ ഭരണമാറ്റം, പിന്നെ 10,000 വോട്ടുകളും, 2.5 കോടി ആദ്യഘട്ടം, ശേഷം 23 കഴിഞ്ഞ്. കാശും പോയി, മാനവും പോയി. ഓപ്പറേഷൻ കൈപ്പത്തി. ഉറപ്പ് കൊടുത്തത് മാധ്യമ ശിങ്കം. ഇപ്പം വിളിച്ചു നോക്കിയപ്പോ അന്ത ഫോൺ ഇന്ത ഉലകത്തിലേ ഇല്ല. നീവു കരേ മാടുതിര ചന്ദാധാര വ്യാപ്തി പ്രദേശത ഹൊറഗ്യുധാര. എങ്കിലും ഇപ്പോഴും സൈബർ ഇടങ്ങളിൽ ചോദ്യം ബാക്കിയാണ്: ചേരി മാറുന്ന ഉന്നതൻ ആരാണ്? ഇനി അങ്ങനെ ഒരാളുണ്ടോ? മറ്റൊരു ട്രോള് ഗാന്ധിയെ കൊന്ന വകയിലുള്ളതാണ്. BJPക്കായി പതിവായി പ്രതിരോധം തീർത്ത് ചാനൽ ചർച്ചകളിൽ സജീവമായിരുന്നു സന്ദീപ് വാര്യർ. സന്ദീപ് വാര്യർ പലപ്പോഴായി കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കുമെതിരായി പറഞ്ഞ കാര്യങ്ങളാണ് ട്രോളുകളിൽ നിറയുന്നത്. ഇതിലൊന്നാണ് ഗാന്ധിജിയെ ചെറുതായി ഒന്ന് വെടിവെച്ചു കൊന്നുവെന്ന് സന്ദീപ് വാര്യർ പറഞ്ഞു എന്നത്. അതേ ആളാണ് ഇപ്പോൾ കോൺഗ്രസിൽ എത്തിയിരിക്കുന്നത് എന്ന മട്ടിൽ തലങ്ങും വിലങ്ങും ട്രോളുകളും വിമർശനങ്ങളും നിറയുകയാണ് സോഷ്യൽ മീഡിയയിൽ. BJPക്ക് വേണ്ടി ശക്തമായി വാദിച്ച നാവുകൊണ്ട് വെറുപ്പിന്റെ ഫാക്ടറി എന്ന് വിളിച്ചാണ് സന്ദീപ് കോൺഗ്രസ് പ്രവേശനം പ്രഖ്യാപിച്ചത്. BJPക്കൊപ്പം നിന്നതിൽ ജാള്യത തോന്നുന്നു. BJP വിടാൻ കാരണം K സുരേന്ദ്രനും സംഘവും എന്നാണ് വിമർശനം. BJP കേരളം എന്ന പേരിലുള്ള പേജിലാണ് സന്ദീപ് വാര്യരെ പരിഹസിച്ചുള്ള വീഡിയോ ഷെയർ ചെയ്തിരിക്കുന്നത്. സ്നേഹത്തിന്റെ കടയിലെ പഞ്ചാര എന്ന ക്യാപ്ഷനിലാണ് വീഡിയോ. കോൺഗ്രസ് സമ്മേളനത്തിൽ സന്ദീപ് വാര്യരെ അഭിസംബോധന ചെയ്യുന്ന വീഡിയോ ആണിത്. സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനത്തെ പരിഹസിച്ച് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ രംഗത്തെത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ട്രോളിക്കൊണ്ടുള്ള വീഡിയോയും ഒഫീഷ്യൽ പേജിലൂടെ എത്തിയത്. BJP വിട്ട് കോൺഗ്രസ് പാളയത്തിൽ എത്തിയതോടെയാണ് സന്ദീപ് വാര്യർ വാർത്താ താരമായത്. ഇടതുപക്ഷത്തേക്കെന്ന അഭ്യൂഹങ്ങൾ സജീവമായിരിക്കെയാണ് അപ്രതീക്ഷിതമായി ഒരു ടേൺ സന്ദീപ് എടുത്തത്. അതാണ് വലിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുന്നത്. വലിയ സ്വീകരണം ഒരുക്കിയാണ് സുധാകരനും സതീശനും സംഘവും കോൺഗ്രസിലേക്ക് വാര്യരെ സ്വീകരിച്ചത്. പക്ഷേ അതിലും വലിയ സ്വീകരണമാണ് സൈബർ ഇടത്ത് സന്ദീപിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. വെറുതെ അങ്ങ് എയറിലാവുകയല്ല. BJPയിലിരിക്കെ ചാനൽ ചർച്ചകളിലും മറ്റും സജീവമായിരുന്നു സന്ദീപ് വാര്യർ. തീപിടിപ്പിക്കുന്ന പഴയ ചർച്ചകളെല്ലാം കുത്തിപ്പൊക്കിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയ. പഴയ തീപ്പൊരി ചർച്ചകളിൽ സജീവ ചർച്ചകൾക്ക് തിരികൊളുത്തി കഴിഞ്ഞിരിക്കുകയാണ്. പഴയ ചർച്ചകളും സമൂഹ മാധ്യമ പോസ്റ്റുകളും ചേർത്ത്
ട്രോളുകൾ നിറയുകയാണ് സോഷ്യൽ മീഡിയയിലെങ്ങും. ചാനൽ ചർച്ചകളിൽ പരസ്പരം കൊമ്പ് കോർത്തിരുന്ന രണ്ടു പേരായിരുന്നു സന്ദീപ് വാര്യരും രാഹുൽ മാങ്കൂട്ടവും. രണ്ടുപേരെയും ചേർത്താണ് ട്രോളുകൾ. അതുപോലെ സന്ദീപ് BJPയുടെ സ്റ്റാർ TV പ്രതിനിധിയായിരിക്കെ കോൺഗ്രസിന്റെ തീപ്പൊരി നേതാവ് ജ്യോതികുമാർ ചാമക്കാലയുമായി മാതൃഭൂമി ന്യൂസ് പ്രൈം ടൈം ചർച്ചയിൽ ഏറ്റുമുട്ടിയ സന്ദർഭമാണ് പലരും കുത്തിപ്പൊക്കുന്നത്. വൈറലായ ചാനൽ വീഡിയോ തന്നെ കുത്തിപ്പൊക്കിയാണ് പരിഹാസം. ട്രോളുകൾ വേറെയും. നരേന്ദ്രമോദിയെ അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞ് സന്ദീപ് വാര്യർ ജ്യോതികുമാർ ചാമക്കാലയെ തെമ്മാടി എന്ന് വിളിക്കുകയായിരുന്നു. തെമ്മാടി പരാമർശത്തിന് തൊട്ടുപുറകെ ചാമക്കാലയുടെ വായിൽ നിന്ന് പുറത്തു വന്നത് വികട സരസ്വതിയാണ്. സന്ദീപ് വാര്യരും വിട്ടുകൊടുത്തില്ല. മാധ്യമമാണ്, ജനങ്ങൾ ഇത് കാണും എന്ന ബോധം പോലും ഇല്ലാതെ പരസ്പരം പോർ വിളിച്ച് ഇരുവരും അസഭ്യ വർഷമാണ് പരസ്പരം നടത്തിയത്. ഇനി എന്തായാലും എതിർത്ത് നിന്ന് ചീത്ത വിളിക്കേണ്ട. കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ പരസ്പരം വാക്കുകളുടെ നിഘണ്ടു വിപുലീകരിക്കാമെന്നാണ് സോഷ്യൽ മീഡിയ പരിഹസിക്കുന്നത്. കോൺഗ്രസിൽ ചേരാനുള്ള തീരുമാനം നിനക്ക് ആത്മഹത്യാപരമായിരിക്കും എന്ന് വൈകാതെ മനസ്സിലാകും. സ്ഥാനമോഹങ്ങൾക്ക് വേണ്ടി നടക്കുന്നവനാണ് വാര്യർ എന്ന് മനസ്സിലാക്കാൻ പ്രസ്ഥാനത്തിനും ഞങ്ങൾക്കും കഴിഞ്ഞില്ല. ഞാൻ താങ്കളുടെ കടുത്ത ആരാധകനായിരുന്നു. പക്ഷെ ഇപ്പോൾ ചെയ്തത് കൊടും ചതിയാണ്. സന്ദീപ് ജി, പകൽ മുഴുവൻ വെള്ളം കോരി അന്തിക്ക് കുടമുടച്ചു. എല്ലാ ബഹുമാനവും പോയി. ഈ സമയത്ത് ഇങ്ങനെ കാട്ടിയ നിങ്ങൾ യൂദാസ് ആണ് എന്നൊക്കെയാണ് സോഷ്യൽ മീഡിയയിലെ പൊങ്കാലകൾ. താങ്കൾക്ക് രാഷ്ട്രീയം ഒരു പൊളിറ്റിക്കൽ കരിയർ മാത്രമാണെന്ന് വ്യക്തം. രാഷ്ട്രീയം പ്രാഥമികമായി രാഷ്ട്രത്തിന്റെ നന്മ ആഗ്രഹിക്കുന്നവരുടേതാകണം. ഞാൻ താങ്കളുടെ കടുത്ത ഒരു ആരാധകനായിരുന്നു. പക്ഷേ നിങ്ങൾ ഇപ്പോൾ ചെയ്തത് കൊടും ചതിയാണെന്ന് പറയാതെ വയ്യ. അക്കരെ പച്ച തോന്നുന്നത് സ്വാഭാവികമാണ്. പക്ഷേ ഈ തീരുമാനത്തിൽ താങ്കൾ ദുഃഖിക്കേണ്ടി വരും. കാലം അത് താങ്കൾക്ക് ബോധ്യപ്പെടുത്തി തരും. ഭാരത് മാതാ കി ജയ്. ഇങ്ങനെ നിരവധി കമന്റുകളും ട്രോളുകളുമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സന്ദീപ് വാര്യർക്ക് നിമിഷ നേരം കൊണ്ട് നഷ്ടമായത് 7000 ഫോളോവേഴ്സിനെ. BJP വിട്ട് കോൺഗ്രസിൽ ചേരുന്നതിന് മുൻപ് ഫേസ്ബുക്കിൽ 318K ഫോളോവേഴ്സ് ആണ് സന്ദീപ് ജിക്ക് ഉണ്ടായിരുന്നത്. എന്നാൽ കോൺഗ്രസിലെത്തി നിമിഷങ്ങൾക്കകം ഇത് വെറും 311K ആയി കുറഞ്ഞു. BJP പ്രവർത്തകർ കൂട്ടത്തോടെ അൺഫോളോ ചെയ്തതോടെയാണ് സോഷ്യൽ മീഡിയയിൽ സന്ദീപിന് തിരിച്ചടിയായത്. ഫോളോവർമാരുടെ എണ്ണം ഇനിയും കുറയാനാണ് സാധ്യത. കോൺഗ്രസിലെത്തി മണിക്കൂറുകൾക്കകം സന്ദീപ് വാര്യർ ഫേസ്ബുക്കിലെ ബയോ തിരുത്തിയിരുന്നു. കോൺഗ്രസ് ക്യാമ്പിലെത്തി അംഗത്വം എടുത്ത ശേഷവും ഫേസ്ബുക്ക് പേജിലെ ബയോയിൽ BJP സംസ്ഥാന കമ്മിറ്റി അംഗം എന്ന് തുടർന്നതിനെ BJP പ്രവർത്തകർ വിമർശിച്ചിരുന്നു. തുടർന്നാണ് ഇത് മാറ്റി കോൺഗ്രസ് പ്രവർത്തകൻ എന്ന് തിരുത്തിയത്. എന്നാൽ സന്ദീപിന്റെ മുൻകാല പോസ്റ്റുകൾ തപ്പിയെടുത്ത് ട്രോൾ രൂപത്തിൽ പ്രചരിപ്പിക്കുകയാണ് ഇടത് BJP പ്രവർത്തകർ. കെ സുധാകരൻ KPCC അധ്യക്ഷനായപ്പോൾ സന്ദീപ് കുറിച്ച വരികളാണ് അതിലൊന്ന്. കീരിക്കാടൻ ജോസ് ആണെന്ന് കരുതി KPCC പ്രസിഡന്റ് ആക്കിയത് കീലേരി അച്ചുവിനെ എന്ന അന്നത്തെ കുറിപ്പാണ് സുധാകരനൊപ്പമുള്ള സന്ദീപിന്റെ ചിത്രത്തിനൊപ്പം പ്രചരിക്കുന്നത്. പക്ഷേ ഇടയ്ക്ക് വാര്യരും ട്രോളുന്നുണ്ട്. പക്ഷെ അത് പഴയ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരെയാണെന്ന് മാത്രം. BJP സംസ്ഥാന വക്താവ് സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയതിന് പിന്നാലെ പാർട്ടി നേതാക്കളെ ട്രോളി സന്ദീപ് ജി വാര്യർ രംഗത്തെത്തിയിരുന്നു. പട്ടാമ്പിക്കൊപ്പത്ത് രായിരനെല്ലൂർ മലയുടെ താഴ്വാരത്ത് മൊബൈൽ ടവർ സ്ഥാപിച്ച വിവരം പങ്കുവച്ചായിരുന്നു ട്രോള്. വേണേൽ അടുത്ത വാർത്തയ്ക്ക് സ്കോപ്പുണ്ട്. സന്ദീപ് വാര്യർക്ക് മുകേഷ് അംബാനിയുമായി ബന്ധം. 80 ലക്ഷത്തിന്റെ അനധികൃത ടവർ കൊണ്ടുവന്നു എന്നാണ് പരിഹാസം. പട്ടാമ്പി കൊപ്പത്ത് രായിരനെല്ലൂർ മലയുടെ താഴ്വാരത്ത് മൊബൈൽ റേഞ്ച് ഇല്ലാതെ പഠിക്കാൻ പോലും കുട്ടികൾ കഷ്ടപ്പെട്ടിരുന്നു. BSNL അട്ടപ്പാടിയിലെ ഊരുകൾക്ക് പരിഗണന നൽകുന്നതിനാലും സാങ്കേതിക പ്രശ്നങ്ങളാലും ടവർ ഉടൻ സ്ഥാപിക്കാൻ കഴിയില്ലെന്ന് അറിയിക്കുന്നു. ഒടുവിൽ അവിടുത്തെ പഞ്ചായത്ത് മെമ്പർ ബന്ധപ്പെട്ടു. കേരളത്തിലെ മുഴുവൻ സർവീസ് പ്രൊവൈഡർമാരുമായും സംസാരിച്ചു. ആ പ്രദേശത്ത് ടവർ സ്ഥാപിക്കുന്നത് സാങ്കേതികമായി വലിയ ചിലവുള്ള കാര്യമായതിനാൽ ആരും തയ്യാറായില്ല. കുട്ടികളുടെ വിദ്യാഭ്യാസം മുതൽ ആശുപത്രി ആവശ്യങ്ങൾ വരെ നടത്താൻ ആ ഗ്രാമം അനുഭവിച്ച പ്രയാസം വളരെ വലുതാണ്. ഒടുവിൽ മുംബൈയിൽ ശങ്കരേട്ടനെ ബന്ധപ്പെട്ടു. മുകേഷ് അംബാനിയുടെ ടീമിലെ അദ്ദേഹവുമായി വളരെ അടുത്ത മലയാളി. അംബാനിയുടെ ഓഫീസിൽ നിന്നും നിർദ്ദേശം വന്നു. 80 ലക്ഷം രൂപ ചിലവിൽ ജിയോ ഇന്നലെ അവിടെ പുതിയ ടവർ തുടങ്ങി. മൊബൈൽ റേഞ്ച് വന്നത് ആ ഗ്രാമം അക്ഷരാർത്ഥത്തിൽ ആഘോഷിച്ചു. വേണേൽ അടുത്ത വാർത്തയ്ക്ക് സ്കോപ്പുണ്ട്. സന്ദീപ് വാര്യർക്ക് മുകേഷ് അംബാനിയുമായി ബന്ധം. 80 ലക്ഷത്തിന്റെ അനധികൃത ടവർ കൊണ്ടുവന്നു എന്നായിരുന്നു വാര്യര് FBയിലിട്ടത്. എന്തായാലും സോഷ്യൽ മീഡിയ വാര്യരെ അങ്ങനെ എയറിൽ നിർത്തിയിരിക്കുകയാണ്. താഴേക്ക് ഇറക്കിയിട്ടില്ല.
എന്താടോ വാര്യരെ നന്നാവാത്തേ എന്ന സ്ഥിരം പല്ലവിയുമുണ്ട്.